ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറ് ഒരിക്കലും കളയണ്ട കേട്ടോ. ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബാക്കി വന്ന ചോറ് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. ഒട്ടും എണ്ണയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു ബൗള് ചോറെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 കപ്പ്, അതേ കപ്പിന് തന്നെ 1/4 കപ്പ് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, ചിരവിയത്. പിന്നെ ഞാൻ ആ ബൗളിൽ ഒരു ബൗള് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഒരു ബൗൾ തന്നെ അളന്നെടുക്കണം. എന്നിട്ട് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. കണ്ടല്ലോ, ഇതുപോലെ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ബൗളും കൂടി നമ്മൾ വെള്ളം ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. 2 ബൗൾ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബൗളിൽ അളന്നെടുക്കാൻ പറയുന്നത്. കപ്പിലായാലും കപ്പിൽ അളന്നെടുക്കുക. എന്നിട്ടിപ്പോൾ ഇതാ 2 കപ്പ് വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അതേ ബൗളിൽ 2 ബൗള് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ബൗൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ ബൗളിൽ തന്നെ വീണ്ടും ഒരു ബൗളും കൂടി എടുക്കുന്നുണ്ട്. ഈ ബൗളിൽ 1.5 കപ്പോളം പൊടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് പൊടി എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടാനാണ് നമ്മൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാ മൊത്തത്തിൽ നമ്മൾ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ചോറിന് 2 കപ്പ് പൊടി എന്ന അളവിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് 1/4 കപ്പ് വരെയൊക്കെ എടുക്കുക. നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിന് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇനി കൂടുതൽ തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ 1/4 കപ്പിൽ ഓളം തേങ്ങ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കുന്നുണ്ട്. ആദ്യം ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ ബാറ്ററി ഇരിക്കുന്നത്. വെള്ളം കൂടി പോകരുത്. 2 ബൗൾ വെള്ളം തന്നെ പാടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ, കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് ഒന്നുകൂടി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. എല്ലാ ഭാഗത്തും ഈ ഉപ്പും സോഡയും ആവാൻ തരത്തിൽ ഒന്നങ്ങോട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. കണ്ടല്ലേ, നമ്മുടെ ബാറ്ററിൻ്റെ തിക്ക് ഇത്രേ പാടുള്ളൂ. അപ്പോൾ എനിക്ക് ജലദോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടൊക്കെ മാറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിക്കരുത്. ഇത് കറക്റ്റ് വെള്ളമാണ് കേട്ടോ. ഇനി നിങ്ങൾ ആദ്യം ഒരു അപ്പം ചുട്ട് നോക്കിയിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് വെള്ളമാണ് വന്നിട്ടുള്ളത്. നമ്മൾ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ തടവി കൊടുക്കരുത്. എണ്ണ തടവുമ്പോൾ നമുക്ക് ബോൾസായിട്ട് കിട്ടൂല, ഹോൾസായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ പതിയെ ഒന്ന് പരത്തി കൊടുക്കുക. നല്ലോണം പരത്തിയെടുക്കരുത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് കണ്ടല്ലോ, നല്ലോണം ഹോൾസ് വരും. ഇതുപോലെ സൈഡിൽ നിന്നും ഒക്കെ ഹോൾസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഹോൾസ് വന്നതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നിറയെ ചെറിയ ചെറിയ ഹോൾസുകൾ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളിത് വെന്ത് വന്നിട്ടുണ്ട്. അധിക നേരമൊന്നും വെച്ച് കൊടുക്കണ്ട. എളുപ്പത്തിൽ വെന്ത് കിട്ടും. കണ്ടല്ലോ, നല്ല സോഫ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, ആർക്കും കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കി വന്ന ചോറൊന്നും കളയാണ്ട് നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി.
വല്ലാണ്ട് പരത്തി കൊടുക്കണ്ട. ഇനി നമുക്ക് ഹോൾസ് വന്നതിന് ശേഷം അടച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് മൈദ വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഗോതമ്പ് പൊടി ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കടല നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള വിഷമേ വേണ്ട. ബാക്കി വന്ന ചോറ് കളയണം അല്ലോ, ഇനി കളയേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയും വേണ്ട. ഇപ്പോൾ ഇതാ ആരും ചോറൊന്നും കഴിക്കാത്തവരാണെങ്കിൽ അത് കളയാണ്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തതും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ലാസ്റ്റ് വരെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഞാൻ നിങ്ങൾക്ക് അപ്പം നേരിട്ട് കാണിച്ചു തരാം. കാണുമ്പോൾ ഇതിൽ ഹോൾസുകൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ നിറയെ ഹോൾസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ്. ഒട്ടും തന്നെ ചോറ് ചേർത്തെന്ന് വെച്ച് ഒട്ടിപ്പിടിക്കുക അതേപോലെ മിണുമിണുപ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബാക്കി വന്ന ചോറ് ആരും തന്നെ കളയണ്ട. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എടുക്കാൻ എളുപ്പമാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. ഇതിൽ ചട്നിയോ ചിക്കൻ കറിയോ ഏത് കറി വേണമെങ്കിലും ഇതിലേക്ക് ചേരും. ഏത് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാനിതിലേക്ക് ചട്നിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ അടുത്തതും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.